സംഭവം കറണ്ട് വെളിച്ചം ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ലൊരു വീട്. ഇതൊക്കെ കാശെല്ലാം കൊടുക്കാനാ? എൻ്റെ വീട്ടിലേക്കൊന്ന് കയറി വെക്കാം നമുക്ക്. ഞാൻ തമിഴ്നാട്ടിലെ വീടിനകത്തേക്ക് ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. ആ കട അടച്ചു കേട്ടോ. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ നേരത്തെ പോകണം കരുതിയതാണ്, പക്ഷേ എങ്കിൽ വണ്ടിയുടെ ലോക്കായി. ഇവിടെ ഈ കാണുന്ന ഇന്നോവ ആക്കണം. ആ ഇന്നോവ നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റാത്ത തരത്തിൽ വണ്ടി ലോക്കായി. അപ്പോൾ ഇനി ഞാൻ ഒരു വരേണ്ടി വന്നു, ഒരു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോവാം. ഏതായാലും പളനിമല ഞാൻ കയറിയിട്ടില്ല. ഞാൻ നേരെ കൊടൈക്കനാലിലേക്ക് തിരിക്കുവാണ് യാത്ര. കൊടൈക്കനാൽ പോയിട്ട് നമ്മൾ കൊടൈക്കനാലിൽ എങ്ങനെയെന്ന് അറിയില്ല, ഞാൻ ഒന്നും പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ പൂണ്ടി വരെ പോകണമെന്ന് കരുതുന്നുണ്ട്. എന്തൊക്കെയായാലും എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം നമുക്ക്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താനും മറക്കരുത്. ഓട്ടോ ലൈഫായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടിയായിട്ട് ഇനി നമ്മൾ പോകുന്നത് കൊടൈക്കനാലാണ്. കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ പിന്നെ അടുത്ത് തീരുമാനിച്ചില്ല. അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. കുറി മായ്ക്കണല്ലേ, എന്നാലേ കാണുള്ളൂ അല്ലേ. അത് മായ്ക്കാം. ഈ നേരമായപ്പോഴേക്കേ പാർക്കിങ് ഫുള്ള് ആളായി, ഫുള്ള് വണ്ടിയായി. ഇതിലിത് ഇറങ്ങാൻ പറ്റാവോ പുറത്തേക്കൊക്കെ? ഇതിലാണ് പോകേണ്ടത്. ആകെ വണ്ടികളായതേ. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ ഈ കാണുന്ന ഹോട്ടലിൽ. പളനിമലയാണ് കാണുന്നത്. പളനിയിൽ നിന്നും നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു റൂട്ടിൽ നിന്നും കൊടൈക്കനാൽ റൂട്ടിലേക്ക് കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹോട്ടൽ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇങ്ങനെ പാടത്തിൻ്റെ ഒക്കെ സൈഡിലായിട്ട്. ഇവിടെ വില കൂടുതലാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നെയ്റോസ്റ്റ് ചായക്ക് എടുത്താൽ മാക്സിമം വരേണ്ടത് ഇവിടെ തമിഴ്നാടിൻ്റെ ഇത് വെച്ച് ഒരു 60-70, അതിനപ്പുറത്തേക്കൊന്നും പോകില്ല. പക്ഷേങ്കിൽ ഇവിടെ 100 രൂപയാണ്. അപ്പോൾ എൻ്റെതൊക്കെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഭാരം തോന്നൂല. പക്ഷേങ്കിൽ ഇപ്പോൾ അവിടെ ചെക്കന്മാരുണ്ടെങ്കിൽ മലയാളി ചെക്കന്മാരാണ്. ഒരു കൊടൈക്കനാലിലേക്ക് ആവും. ഞാൻ ചോദിച്ചില്ല, ആവും അവർപ്പാ. അപ്പോൾ എത്ര ആളുണ്ടറിയോ? 2, 4, 6, 8 ആളുണ്ട്. ഈ 8 ആൾ കഴിക്കുമ്പോഴത്തേന് ഒരു സംഖ്യയായി. മനസ്സിലായോ? അതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഹോട്ടലൊന്നും നമ്മൾ വെറുതെ നമ്മുടെ കച്ചവടം അവിടെ ഫുള്ളായിട്ടുള്ളത്. ഇവിടെ നമ്മുടെയൊക്കെ ഞാൻ വരുമ്പോൾ കേരളത്തിലൊരു വണ്ടി, ഒരു ബസ്സായിരുന്നു നിർത്തിയിരുന്നത്. അപ്പോൾ നമ്മുടെ കച്ചവടം തന്നെ അവർക്ക് കാര്യമായിട്ടുള്ളത്. വെറുതെ എന്തിനാണ് ഇവർക്കൊക്കെ ഇത്രയും കൂടുതൽ കൊടുക്കുന്നത്? ഓവറാണ്. ഞാനിപ്പോൾ ഇത്രയും ദിവസം എൻ്റെ തമിഴ്നാട് യാത്രയിൽ ഞാൻ ഇവിടുത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അത് വളരെ കൂടുതൽ തന്നെയാണ്. അതായത് 20-30 രൂപയൊക്കെ അടുത്ത് കൂടുതലാണ് എന്നുള്ളത്. അതായത് നമ്മൾ ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ അത് വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നിനും കഴിച്ചു പോരാ. 10-30 റുപ്യ കൊണ്ട് കാര്യമില്ല. ഒരു 10 ആളുണ്ടെങ്കിൽ 30 റുപ്യ വെച്ച് 300 റുപ്യയായി. മനസ്സിലായില്ലേ? അമ്മമാരൊക്കെ ചൂലുണ്ടാക്കി ഇരിക്കുവാണ്. ഇവിടുത്തെ പോകുന്ന വഴിയിൽ കണ്ട വീടുകളാട്ടതൊക്കെ. നല്ല പുളിക്കാട്, പുളിമരങ്ങൾ ചുറ്റിനുമുണ്ട്. മനോഹരം തന്നെയാട്ടോ അവിടെയൊക്കെ. എന്തായാലും ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ പാസ് വേണോ വേണ്ടെന്നുള്ള അറിയില്ല. ഇവിടെ എല്ലാവരും നിർത്തിയിട്ടുണ്ട്. ഈ പാസ് വേണമെങ്കിൽ ഈ പാസ് എടുക്കേണ്ടി വരും. ഇല്ല എങ്കിൽ നമുക്ക് അങ്ങനെ കയറി പോവാം. ചോദിച്ചു നോക്കട്ടെ. എന്നാ പോ, ഈ പാസ് വേണമാ? நான் அப்படியே சுத்தி பார்க்கலாம்னு வந்தேன். അതായത് ഓട്ടോറിക്ഷക്ക് ഈ പാസ് കിട്ടൂല എന്നാണ് അവർ പറയണത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കട്ടപ്പട മുടങ്ങിയിരുന്നു എന്ന് പറയാം. ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ചോദിച്ചിട്ട് വേണം പോവുക. അല്ലെങ്കിൽ നമുക്ക് വെറുതെ പണിയാവും. പിന്നെ വെറുതെ പണി ഉണ്ടാക്കണം. ഒരു 200 മീറ്ററിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചങ്ങന്മാരെ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മളുടെ കൊടൈക്കനാൽ മോഹം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് ഫോറസ്റ്റിൽ നിന്നും അനുമതിയില്ല കയറി പോകാൻ വേണ്ടിയിട്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ വണ്ടി കൊണ്ട് പോവാം, പക്ഷേങ്കിൽ ഗ്യാസ് സിലിണ്ടർ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം, ആ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ ഒരൊറ്റ കേസ് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ അത് ഞാൻ ഇവിടെ എവിടെയും വെച്ചിട്ട് വേണം പോവാം. ഇവിടെ എവിടെയും വെച്ച് പോവാന്ന് പറഞ്ഞാല് ഞാൻ അതിലല്ല തിരിച്ചു വരിക. അപ്പൊ പിന്നെ അത് നടക്കൂല.
അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ ഒരു പദ്ധതി ഫുള്ളായിട്ട് പാളിയിരിക്കുകയാണ്. അവര് കയറാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ലെങ്കിൽ ഇവിടെയൊക്കെ വെക്കാം. ഇവിടെയൊക്കെ ഇപ്പൊ ഈ വീട്ടിലൊക്കെ വെച്ചിട്ട് പോവാന്ന് കൂട്ടിക്കോളൂ. നമ്മൾ ഇട്ട് ഇതിൽ തന്നെ വരണം. നമ്മൾ അത്ര വലിയ റിസ്ക് എടുത്ത് പോവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ. അവരാ എന്താ വെച്ചാൽ നമ്മൾ ഓട്ടോറിക്ഷ അല്ലേ, ഞാൻ തന്നെ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാം എന്ന് മാത്രമാണ് കരുതിയത്. കയറാൻ പറ്റുന്നതാണെങ്കിൽ അത് നടന്നിട്ടില്ല. അത് പണിയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇനി പോകുന്നത് ശിവകാശി ആ ഭാഗത്തേക്കാണ്. വന്ന വഴി തന്നെയാണ് ഇപ്പൊ ഇനി കുറച്ച് പോവാനുള്ളത്. ഇത് നേരത്തെ അറിയുവാണെങ്കിൽ നല്ല സുഖമായിരുന്നു. നേരത്തെ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പൊ സുഖത്തിന്റെ ഒരു സുഖക്കേട് സംഭവിച്ചത്. ഇത് പോലീസ് ചെക്ക് പോസ്റ്റ് ആണ്, പളനി ട്രാഫിക് പോലീസ് ചെക്ക് പോസ്റ്റ് ആണ്. അപ്പൊ ഇവര് ഇന്ന ചെക്ക് ചെയ്തതൊന്നുമില്ല. അവിടെ ഇവര് പോകുമ്പോഴേ അവിടുത്തെ ഇ പാസ് എടുക്കണ ചെക്കന്മാര് പറഞ്ഞിരുന്നു ആ ഇ പാസ് അടിക്കാൻ വേണ്ടി കഴിയില്ല, 3 വീലിന് ഇ പാസ് അടിക്കാൻ വേണ്ടി കഴിയില്ല, 2 വീലിന് ഇ പാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തോ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക വെച്ചപ്പോ ഫോറസ്റ്റ് ഓഫീസിൽ പോയി ചോദിക്കണം. അവിടെ പോയി ചോദിച്ചപ്പോ അവിടെ സാറാ ഉണ്ടായിരുന്നത്. അത് ചെറുപ്പക്കാരൻ ചെക്കനാണ്. അദ്ദേഹത്തിന്റെ സീനിയർ ഓഫീസർക്ക് വിളിച്ചിട്ടാണ് കാര്യങ്ങൾ ചോദിച്ചത്. വിടുന്നേന്നോ ഒരു വിട്ടാമാതിരിയാണ്. പക്ഷെങ്കിലും മൂപ്പർ ലാസ്റ്റിക്ക് പറഞ്ഞു വണ്ടി ഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം പറഞ്ഞു. ഫുള്ളായിട്ട് ചെക്ക് ചെയ്തപ്പോ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ കാണുമല്ലോ, ഫ്യൂവല് പോലും ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് തീപ്പെട്ടി, വിളക്ക്, വലിയ സേർട്ട് ഇതൊക്കെ അങ്ങനെ വണ്ടി മുകളിലേക്ക് ചെയ്തവര് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതില്ല. പിന്നെ ഇത് ക്യാന് അവമ്മലാണ് ഇപ്പൊ നമ്മൾ ലോക്കായത്. ഞാനിപ്പോ അതല്ല ആലോചിച്ചിട്ടുണ്ട്. ഞാന് ധനുഷ്കോടിയിൽ നിന്നും മധുരയിലേക്കും മധുരയിൽ നിന്നും പളനിയിലേക്കും കുറച്ച് അർജന്റിലാണ് വന്നത്. അധികം ഏരിയകളൊന്നും ഇറങ്ങാതെ ഒന്ന് ഫാസ്റ്റ് ആക്കിയാ പോകുന്നത്. എന്തിനെന്ന് ചോദിച്ചാല് കൊടൈക്കനാൽ 2 ദിവസം വേണ്ടി വരാം, 2-3 ദിവസം വേണ്ടി വന്നാലോ എന്ന് കരുതിയിട്ടാണ്. 2 ദിവസം എന്തായാലും ഉറപ്പിച്ചതായിരുന്നു. ഇപ്പൊ അങ്ങനെ ആലോചിച്ച അങ്ങനെ ഒന്നും പോരണ്ടില്ലായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ സാധാരണ പോരുന്ന പോലെ തന്നെ പോന്നാ മതിയായിരുന്നു എന്നുള്ളത്. ഇന്നലെ നമ്മള് അപ്പുറത്ത് കൂടെ അങ്ങനെ പഴനിയിലേക്ക് പോയി. ആ വയ്യാണ് ഈ വഴി. ഇത് നമുക്ക് കുറച്ച് ദൂരം പോവാണ്ട്. ഓഫാക്കിട്ടതാണ് 10-30 കിലോമീറ്ററിലേറെ ഓടിയാ. ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ടുണ്ടേ നമ്മൾ വന്ന അത്ര ഏരിയ. എന്താലേ തിരിയാണ് മക്കളെ, തിരിയാണ് നമ്മള്. ഞാനേ പൊക്കോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇവിടെ പാട്ടും മേളവും ഒക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സംഭവം പാട്ട് കേൾക്കുന്നുണ്ട്. ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ റോട്ടിന് പോവാനാണ് പറഞ്ഞത്. ഇതിന് പോയ എന്തോ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ആകെ ഫ്ലക്സ് ഒക്കെ വെച്ച് എന്ത് ഫെസ്റ്റിവൽ എന്തോ കേട്ടോ, സൈറ്റ് പരിപാടിയാ. ഇവിടത്തെ ചർച്ചില് എന്തോ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഭയങ്കര പാട്ടും മേളവും സൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. പാട്ട് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കോപ്പിറൈറ്റ് ആണല്ലോ. ഇവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ അലങ്കരിച്ച് നിർത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അധികം ആളുകളൊന്നും കാണാനില്ല കേട്ടോ. നമ്മൾ ശരിക്ക് 2 ദിവസം മുമ്പേ ഇവിടെ എത്തണമായിരുന്നു. എന്നാൽ നമ്മൾക്ക് നല്ലൊരു പ്രോഗ്രാം കാണാമായിരുന്നു എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. അവരെന്തോ ഒരു പേരും ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞു. ഇന്നും പ്രോഗ്രാം ഒക്കെ ഉണ്ട്. പക്ഷേങ്കില് നമ്മൾക്ക് ഇവിടെ നിന്ന് പാസ്സായി പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ്. ഇവിടെ ഇനി പ്രോഗ്രാം ഇപ്പൊ നടക്കുന്നത് ഒരു ഈവനിങ് ടൈമിലാണ്. ഒരു 6 മണി 5 മണി ആ ഒരു ടൈമിലൊക്കെയാണ് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ എന്തായാലും 5 മണി വരെ 6 മണി വരെ ഒന്നും നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ്. ഈ ഒരു വീട് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പഴയ പോലെ തോന്നി. നല്ല ഓടിട്ട് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാതെ തൂണൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വീട്. എന്നാ പിന്നെ ഞാൻ ഈ ഒരു ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എല്ലായിടത്തും ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റും അത് ഇതൊക്കെ. ഇത് വലിയൊരു തെരുവാട്ടോ, വലിയൊരു തെരുവാണ്. അവിടെ ഒരുപാട് പേർ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. എന്തായാലും പരിപാടി തുടങ്ങിയിട്ടില്ല. പരിപാടി തുടങ്ങാൻ സമയമെടുക്കും. ഞാനിവിടുന്ന് നൈസായിട്ട് ഇറങ്ങുവാണ്. മാർക്കറ്റാണ്, മാർക്കറ്റ്. മീനുണ്ട്, മീന് ചിക്കന് എല്ലാം ഉണ്ട് കേട്ടോ. ടൗൺ ഇത് ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയ ആണല്ലോ. നല്ല തിരക്കുള്ള ടൗണിലോട്ട് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് നമുക്ക് അങ്ങനെ അറിയില്ല. കാരണം ഇവിടെ ഇംഗ്ലീഷ് ഇവർ ഉപയോഗിക്കൂല. എന്താ സംഭവം
ഒരു ഫുള്ള് തമിഴിലായിക്കാരം ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവാം. ഇംഗ്ലീഷിൽ എവിടെയൊക്കെ എഴുതി വെച്ചിക്കണമെന്ന് ഞാൻ നോക്കുന്നുണ്ട്. കണ്ട ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് പറയാം. നല്ലൊരു മാർക്കറ്റ് ഏരിയ ഒക്കെ ആയിട്ടാ. ഒരു ബാങ്ക് വരെ അവിടെ ഉണ്ട്. ബാങ്കോ ഗോൾഡ് പട്ലാമുണ്ട് എന്ന് പറയുന്ന സ്ഥലം. പട്ലാമുണ്ട് കേട്ടോ. പട്ലാമുണ്ട് ആണ് ഈ സ്ഥലത്തിന്റെ പേര്. പട്ലാമുണ്ട്. അപ്പൊ നല്ല അടിപൊളി ടൗൺ ആട്ടാ. തേനിയിലേക്ക് പോകണമെങ്കിൽ അതിൽ പോകണം. നമ്മൾ പോരുന്ന വഴിയായിരുന്നു. ഞാനൊരു ഹോട്ടലുണ്ട്, അതിൽ കയറുകയാണ്. ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പരിപാടി നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഏത്തക്കൊക്കെ ബിരിയാണി തിന്നാലോ. നമ്മൾ ഡെയിലി കുക്ക് ചെയ്തിരുന്നു. ഓ നല്ല ചൂടാട്ട സാധനം. ഏല ഒന്ന് സൈഡെടുക്കുന്ന എന്നിട്ട് ഇറങ്ങാത്ത. ഓക്കെ, നല്ല ലെഗ് പീസൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ റൈസ് അവസ്ഥ നോക്കണേ. ഇവരെ ബിരിയാണി അല്ലേ, അത് കുഴപ്പമില്ല. ഞാനിന്ന് കുക്ക് ചെയ്യണമെന്ന് ബിരിയാണിയാണ്. പക്ഷേങ്കിൽ ഇന്ന് മീൻ എന്തെങ്കിലും കിട്ടുമോ അത് നോക്കി. അപ്പോൾ അതൊന്നും കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ചിക്കൻ എന്തെങ്കിലും ആണോ ഇത്. ചിക്കൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇതുപോലെ ആരൊക്കെ നല്ല രീതിയിൽ വെച്ച് തരുമ്പോൾ നമ്മൾ തിന്നോട്ടോ, അത് വേറെ കേസ്. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇന്ന് രാത്രി കൂടിയും പുറത്ത്, ഇന്നത്തെ ദിവസം പുറത്തുനിന്ന് ആയിക്കോട്ടെ. സാപ്പിടില്ല, സാപ്പിട്ട് പാകട്ടോ. നല്ല അതിനുണ്ട്, അതാണ് ഒത്തിരി ചോദിക്കണം. എന്തായാലും നല്ലൊരു അഭിപ്രായം നമുക്ക് പറയാം. நல்லா இருக்குண்ணே, நல்லா இருக்கு. കൊള്ളാട്ടോ. ഇതൊന്നും മോശമൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ ഇവിടുത്തെ മാറ്റേണ്ടതുണ്ടോ. പുള്ളി സലാഡാണ് പൊളിച്ചത്. ഇതിനൊക്കെ ചെറിയ സലാഡാണ്. നമ്മൾ ശിവകാശി ലക്ഷ്യം വെച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബിരിയാണി നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ചിലയിടങ്ങളിലൊക്കെ വരുമ്പോഴേ എന്തായാലും വെറുതെ ഒന്ന് റേറ്റ് ചോദിച്ചോണ്ട് കേട്ടോ. നല്ലതാണ് റേറ്റ് ചോദിച്ചോണ്ട്. പെടണ്ട, ഞാൻ പെട്ടു പറഞ്ഞാല് ബിരിയാണിയും പോരാ. പിന്നെ അപ്പൊ അയാളോടൊപ്പം മുഖത്ത് നോക്കി ഇത് പോരാ അറിയാൻ പറ്റുമോ. പൂർണ്ണമായിട്ടും ഹൈവേ ഒക്കെ ഒഴിവാക്കി ഞാൻ ശിവകാശി ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഇനിയും ഹൈവേ ഒഴിവാക്കുവാണ്. ഞാൻ ഈ റൂട്ടിന് കയറുവാണ്. ഇത് എവിടേക്കുള്ള വഴിയായി, എന്താണ്, എങ്ങനെയാണ് ഒന്നുമില്ല. ഇല്ലാതെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കാണാണ്ടെങ്കിൽ അത് കാണാം. ഇല്ലാന്ന് തിരിച്ചു പോരുന്ന ക്യാമ്പാണെങ്കിൽ തിരിച്ചു പോരാ. അതിലെ തന്നെ അങ്ങനെ റോട്ടിൽ പോകാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പോവാം. ഇത് കർഷകരുടെ ഗ്രാമമാണ്. ഇപ്പൊ നമ്മളൊരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈശ്വര, ഇതിലങ്ങോട്ട് വഴി ഉണ്ടാവണേ. തിരിച്ചു പോരേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഒരു വീടായിരുന്നു, ഇപ്പൊ ആലയാണോ. ഒരു ഒറ്റ വീടാണത്. ഞങ്ങള് അങ്ങനെയൊക്കെയാണ്. എല്ലാ ഗ്രാമത്തിലുള്ളത് പോലെ ഒരു ക്ഷേത്രം, അവിടെ ഒരു ആൽമരം, അവിടെ കിടന്നുറങ്ങുന്ന ആളുകള്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഒക്കെ പ്രായമായ ആളുകളാണ്. നമ്മള് പോന്ന് അടുത്തൊരു ഗ്രാമത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട്. ഇവിടെയും തന്നെ ഒരു ക്ഷേത്രത്തിന്റെ അടുത്താണ് ഇവരുടെ കളി. എന്തോ ഒരു കളിയിലാണ് എല്ലാവരും. ഹായ്. അപ്പോ അവിടെ ഒരു ഹായ് കൊടുത്ത് നമ്മളങ്ങനെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രാമം തന്നെ ഒരു വളരെ ചെറിയൊരു ഗ്രാമാട്ടോ. ഒരുപാട് ക്ഷേത്രങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഒരു കുഞ്ഞൻ ഗ്രാമാണ്, പക്ഷെ കൊള്ളാല്ലേ, കാണാനൊക്കെ നല്ല രസമുള്ളൊരു ഗ്രാമമാണ്. വീടുകളാണെങ്കിലൊക്കെ ഇവിടെ എല്ലാവരും CPM ആണ്. എല്ലാവരും വീടിന്റെ ചുമരിലും ആക്കണ CPM. അരിവാൾ ചുറ്റിക നക്ഷത്രം കറുത്തു പോയ ചുറ്റിക. പക്ഷെ എന്താ ഈ വീടണ്ട, ഇതൊരു ചെറിയ വീടാണെങ്കിലും വീട് കളർഫുൾ ആക്കാൻ വേണ്ടി ഒരു പാർട്ടി കണ്ണുകള് വീട് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകളാണ്. അതൊരു ഒറ്റപ്പെട്ട ഗ്രാമമായിരുന്നു. ഞാന് ഇറങ്ങിയില്ല അവിടെ ഒന്നും. ഇറങ്ങാത്തൊന്നുമല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങാം എന്ന് കരുതിയിട്ടാണ്. ഈ നേരത്ത് ശരിക്കും നമ്മള് ഗ്രാമങ്ങളൊന്നും കയറരുത്. ഞാൻ അതുകൊണ്ടല്ലോ
നിങ്ങളിങ്ങനെ ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്യണമെന്ന് കരുതുകയാണെങ്കിൽ രാവിലെ 9 മണിക്ക് ശേഷം, അതായത് 9 to 10 നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് കയറാം. ഉച്ച ആകുമ്പോഴേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. അതായത് ഉച്ചയ്ക്ക് ഒരു 12 മണിന്റെ മുമ്പായിട്ട് ഇറങ്ങാൻ വരാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കയറാം. അതൊരു 3 മണിക്ക് ശേഷം, ഒരു 3 മണി 4 മണിക്ക് ശേഷം കയറുവാണെങ്കിൽ ഓക്കെയാണ്. അല്ലാത്ത ടൈമിൽ കയറി എന്താ പറയുക, ആളുകൾ ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോ പ്രായ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവർക്ക് യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാലൊന്നും അറിയില്ല. അതറിയണമെങ്കിൽ ചെറുപ്പക്കാർ വേണം, അല്ലെങ്കിൽ പെൺകുട്ടികൾ വേണം. അപ്പൊ അവരില്ലെങ്കിൽ ആ സമയത്തുള്ള നേരത്തെ കയറാൻ വേണ്ടി പാടുള്ളൂ. അപ്പോ ഉള്ളൂ നമ്മൾ വീഡിയോ എടുക്കണൊക്കെ എന്തിനാന്നുള്ളത് അവർക്ക് അറിയുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാതെ നിങ്ങൾ വെറുതെ കയറുകയാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ കയറാട്ടോ. എന്നാൽ പോലും അവരുടെ ഗ്രാമത്തേക്ക് എന്തിനു വന്നു എന്നുള്ളതുണ്ട്. ഞാനേ ഇതിലൊന്ന് കയറുവാണ്. ഇതേതാ റോഡ് മനസ്സിലായോ? നമ്മളാ തട്ടുകടന്റെ അവിടെ കണ്ടില്ല റോഡ്, അതിലെ. ഏതായാലും ഏതെങ്കിലും ഒരു ഗ്രാമം കയറണം ഒരു ദിവസം എന്ന് കരുതുന്നുണ്ട് ഞാൻ. അപ്പൊ ഇന്ന് നമ്മൾ കാര്യമായിട്ട് എവിടെയും കയറിയിട്ടില്ല. കൊടൈക്കനാൽ മിസ്സായി ചെയ്തു. ഉച്ച വരെ നമ്മൾക്ക് എന്താ പറയുക, കൊടൈക്കനാൽ മിസ്സായി എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഇതായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇപ്പൊ നമുക്ക് ഓക്കെയാണ്. ഇപ്പൊ അതൊക്കെ നമ്മളെ മൈൻഡിൽ നിന്ന് പോയി. കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ കയറാൻ പറ്റില്ല എന്ന് തന്നെ ഉള്ളൂ. എന്നാലും നമ്മൾ ഓരോന്ന് മനസ്സിൽ കരുതും, നടക്കുന്നത് വേറെ രീതിയിലായിരിക്കും. നീ വഴി എന്നിട്ടുള്ളതാണ് അറിയില്ല. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് പോകേണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചു പോരേണ്ടി വരും ഈ വഴിക്ക് ഇങ്ങോട്ട് തന്നെ. നമ്മൾ കുറച്ച് ദൂരം പോന്നപ്പോഴേക്ക് നമ്മളൊരു ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് 2 കിലോമീറ്റർ ഒക്കെ പോന്നിട്ടുണ്ടാവുള്ളൂ. 2 കിലോമീറ്റർ ഒക്കെ പോന്നപ്പോഴേക്ക് നമ്മളൊരു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഗ്രാമം തന്നെ മറ്റേ ഗ്രാമം പോലെയൊക്കെ ഉള്ള ഒരു ഗ്രാമം. ഇവിടുന്ന് വഴി ഇങ്ങനെ പോകുന്നുണ്ടോ? വഴി അവസാനിച്ച മക്കളെ. വഴിയില്ലേ? ഇതില് പോവോ? ഇതിലേം പോവൂല, ഇതിലൊന്നും പോവൂല. ഇതിലെങ്ങനെ പോകുന്നല്ലേ? ഇതിലെങ്ങനെ പോവാ? ഞാൻ ഗ്രാമത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ ഓടിച്ച് നടക്കുവാണ്. ഇതാണ് വീടുകൾ. ഇപ്പൊ ഇത് എനിക്ക് കണ്ട് എനിക്ക് ശീലമായി. എനിക്കിപ്പോ വലിയ പ്രശ്നമില്ലാത്ത മാതിരിയായി. കൊള്ളാട്ടോ കളി. നമ്മളപ്പോ കറങ്ങി തിരിഞ്ഞ് പോവുകയാണ്. ഈ ഗ്രാമം തന്നെ ഉണങ്ങി കളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മളാകെ വഴിയില്ലാതെ വഴിയില്ലാത്ത സ്ഥലമായിപ്പോയി. തിരിച്ചു പോവാന്നുള്ളതാണ് ഇനി. പക്ഷെ എന്തൊരു കഷ്ടം. ഞാൻ എന്തായാലും നമ്മൾ തിരിച്ചു പോരേണ്ടി വരും. അപ്പോ അത് നേരത്തെയായി എന്ന് മാത്രം. ഞാനേ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ വണ്ടി നല്ല വെയിലാട്ടോ ഇവിടെ. അപ്പോൾ അത് ശിവകാശിക്ക് പോണ റോഡാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു ഷെഡ് കണ്ടു. ഇത് കണ്ണാമ്പട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നല്ല വെയിലാട്ടോ, നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പള്ളി. അപ്പോൾ ഇവരിവിടെ, ഏട്ടൻ്റെ പേരെന്താ? കണ്ണാമ്പട്ടി. ഉങ്ക പേര്? മണിയേട്ടൻ്റെ വീട്ടുകാരും ഉണ്ടാക്കുന്ന ചന്ദനത്തിരികളാണത്. അപ്പോൾ അവരത് പാക്ക് ചെയ്യുന്നത് ഞാനിങ്ങനെ പോകുമ്പോൾ പാക്ക് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് നിർത്തിയതാണ്. ചന്ദനത്തിരി നിങ്ങൾ ഹോൾസെയിലാണ് കൊടുക്കുന്നത്? ഇതെല്ലാം തന്നെ இதெல்லாம் சாம்பிராணியா? அப்படியா? ഇതിലെ തീ പത്തിக்கிறதா? ഓ அப்படியா? അപ്പോൾ ഇതൊക്കെ അവരുണ്ടാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഈ കത്തിക്കാനുള്ള സാധനം കൂടി നിറക്കണം. അത് നിറച്ചിട്ട് ഇങ്ങനെ ഉണക്കി വെക്കണം. ഇതെല്ലാം എங்கே செய்யறது நீங்க? இங்கேயே செய்யறது அது? அப்படியா? കമ്പനിയാ? ഓ മൂപ്പരെ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരും. ഇത് മാർക്കറ്റിൽ എവിടെ വരുത് ഒരു പാക്കറ്റ്? 5 രൂപവാ? 5 ഉറുപ്പിയുള്ള മാർക്കറ്റിൽ ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസെയിൽ ഇതിനേക്കാൾ കമ്മിയായിട്ട് കിട്ടും. എവിടെ? 3 രൂപ ഹോൾസെയിൽ കൊടുക്കും. ഹോൾസെയിലിൽ 3 ഉറുപ്പ്യക്കാണ് അവർ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് അവരുടെ ഫാക്ടറി. ഫാക്ടറിയിൽ അതിന് വേണ്ടിയുള്ള മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ളാട്ടോ പരിപാടി. പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് അവരിപ്പോൾ ഉണ്ടാക്കുമല്ലോ ഒന്ന്. കാലയിൽ എത്ര മണിക്ക് സ്റ്റാർട്ട് பண்ணுவீங்க? 8 മണിക്കാ? ഇതെല്ലാം ഇന്നിക്ക് സെഞ്ചതാ? നേത്താ? അത് 5 നാൾ, അത് 2 നാൾ. അതായത് നിറക്കാത്തത് 2 ദിവസമായിട്ടുള്ളൂ, മറ്റത് 5 ദിവസമായി നിറച്ച് വെച്ചത്. അങ്ങനെയാണ് പറയുന്നത്. ഒന്ന് മൂപ്പര് കത്തിക്കുന്നുണ്ട്. കത്തിക്ക് നോക്കാം, നമുക്ക് ഒന്ന് സ്മെല്ലിൻ്റെ അവസ്ഥ നോക്കാമല്ലോ. പോതുന്നെ സ്മെല്ല് നല്ല വരുത്. ഓ നല്ല സ്മെല്ലാട്ടോ. സാധനം കൊള്ളാം, കളർ സാധനം. ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ട് നിൽക്കും. ഇതൊരു പുകഞ്ഞിങ്ങനെ പുകയത്
കൊള്ളാല്ലേ. ഈ സാധനമൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് ഇവരിങ്ങനെ കുടിൽ വ്യവസായമായിട്ട് ചെയ്യണ സാധനമാണ്. താങ്ക്സിനെ. ഇതാണ് അതിൻ്റെ മെഷീന്. ഇതുവാ മെഷീന്. അപ്പടിയാ. ആ ഇതിപ്പോൾ മൂപ്പര് ചെയ്യൂല, അല്ലാന്നാണ് നമ്മൾ ചെയ്യണ കാണാറുണ്ട്. ഇങ്ങനെ രണ്ട് മെഷീനാണ് മൂപ്പര് അടുത്തുള്ളത്. അതായത് ചെറിയൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു സംരംഭമാണ്, ഒരു കുടിൽ വ്യവസായമാണ്. കണ്ടപ്പോൾ ജസ്റ്റ് കയറിയതാണ്, ഒന്നുമില്ല. ഇനി ഞാൻ പോകുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്രാവശ്യം നമ്മൾ വല്ലാതെ ഒന്നും കൃഷിയിടങ്ങൾ സന്ദർശിച്ചിട്ടില്ല. സന്ദർശിക്കാഞ്ഞത് വേറൊന്നുമല്ല, അവിടെ നിന്ന് നാവളക്കി വീണ്ടും വേറെ ഒന്നുമല്ല. നമുക്ക് നല്ലൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് പൂക്കളാണ്, നല്ല മല്ലികപ്പൂവിൻ്റെ പാടമാണ്. നനച്ചിട്ടേക്കണം, നല്ല വേരി ചെയ്തേക്കണ്ടോ, ഒരുപാടുണ്ട്. ഞാൻ പൂ കുറേ നേരമായി കാണണം, റോഡിൻ്റെ സൈഡിൽ കാണാത്തതുകൊണ്ടാണ് ഇറങ്ങാഞ്ഞത്. ഒന്ന് ഇറങ്ങി കാണണമെങ്കിൽ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കിട്ടണ്ടേ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നടന്ന് പോകണം. ആ ഭാഗത്ത് കൂടെ നല്ല മലനിരകൾ. ഇത് സത്യം പറഞ്ഞാൽ തികച്ചും ഒരു ഗ്രാമീണ വഴി തന്നെയാണ്. നമുക്കിതിൽ പോരുമ്പോഴുള്ള ഏരിയകൾ, ടൗണുകളൊക്കെ പറയുന്നത് ഒക്കെ ഗ്രാമമാണ്. അതുപോലെ തന്നെ ഒറ്റയും തറ്റയായിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ കുറച്ച് വീടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വീടുകളില്ല, പിന്നെ കുറച്ച് ദൂരത്തേക്ക് വീടുകളുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അത് വീടുകൾ പറഞ്ഞാൽ ചിലപ്പോൾ 1-2 വീടുകളുടെ ഇടയിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയയാണ്. ഒരുപാട് നേരമായി ഞാൻ ഈ റോഡിൽ കയറിയിട്ട്. ഈ റോഡ് ഇപ്പം കഴിഞ്ഞിട്ടില്ല. ഈ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡുകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ വളരെ വിജനമായതുപോലെ തോന്നുന്ന സ്ഥലങ്ങളിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ നമ്മൾക്ക് ഇതുപോലത്തെ ചെറിയ കച്ചവടങ്ങളൊക്കെ കാണാം. പിന്നെ ഒരു ചായക്കട എന്തോന്ന് വരുന്നുണ്ട്. ഒരു ചായക്കടയാണത്. അത് ഇടയ്ക്കൊക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണാം. അല്ലാതെ ഇതൊന്നൊരു വഴി, പോക്കറ്റ് റോഡ് പോവുക അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഉണ്ട്, തീരല്ല എന്നല്ല, എപ്പോഴെങ്കിലൊക്കെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഉണ്ടായി. ചെങ്ങന്മാരെ ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു ഗ്രാമം കണ്ട് നിർത്തിയതാണ്. ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് കയറി ഇറങ്ങി വരാം. ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അവിടെ, ഒരുപാട് വീടുകളുണ്ട്. അത് ഈ ഗ്രാമം ശരിക്കും അവിടെ നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് ഇവിടെ ഉള്ള കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉള്ളത്. നമുക്ക് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കാം വേണമെങ്കിൽ. തന്നിക്കാനാ? ഓ, നീങ്ക இந்த വണ്ടിയാ? அப்படியா? இது ஃபில்டர் வாட்டர். இங்கே ஒன்றும் ஃபில்டர் வாட்டர் இல்லை. கிணறு குத்த மாட்டோம். கிணறு இருக்கு. இந்த தண்ணியெல்லாம் குடிக்க மாட்டாங்க சரியா. இந்த பைப்பில் வருதுல, இந்த பைப்பில் தண்ணி வருமா? அது குடிக்கலாமா? அந்த தண்ணி அது நெத்துக்கு அங்கே வரைக்கும் போகுது. அது இங்கே எத்தனை வீடு இருக்கும்? ஒரு 10-30 வீடு இருக்கும். 30-25 வீடா? இதெல்லாம் கவர்மெண்ட் கட்டி கொடுத்த வீடா? ஆமாம், இது கவர்மெண்ட். இந்த தனியாக அவ்வளோ கட்டிருக்காங்க. அது தனியாக கட்டுறது. அது அந்த அடிச்சு அதெல்லாம் தனியாக கட்டுறது. அப்படியா? உங்கள் வீடு இங்கேயா? வேற ஊரா? அது கிழக்கு ரோட்டு கிழக்கு. அப்படியா? மாடு விவசாயம்லாம் நல்லா இருக்கு. ഉങ്ക പേരെന്നാ? ഉത്തമരാജ്. ഉത്തമരാജ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. അപ്പം ഞാൻ ഇത് ഞാൻ വണ്ടി അത് நான் ஆட்டோவில் வந்தேன். அப்போ நான் சும்மா இந்த ஒரு பார்த்தேன், அப்படியே இறங்கிட்டு போகலான்னு அப்படியே இறங்கிட்டோம். வண்டி சூடாக இருக்குது, சூடாத்தலான்னு ഇറങ്ങിയിട്ടോ. ഇതാണ് ഇവർക്ക് കുടിവെള്ളമൊക്കെ. ഇത് ഗവൺമെൻറ് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ, ഗവൺമെൻറ് സപ്ലൈ ആണ്. ഇതിൻ്റെ തണ്ണിക്ക് കാശ് കൊടുക്കണമാ? வேணாம், ஃப்ரீ. கிழக்கு வீட்டு கொடுக்காங்க, அங்கிட்டு காசு கொடுக்கணும். அப்படியா? அந்த தண்ணிக்கு காசு கொடுக்கணும். வீட்டுக்கு போட்டு கேரளாவில் நான் நீலகிரி பக்கத்தில் தானே, நிலம்பூர் அப்படி சொல்லுவான். காலிக்கட்டு பக்கத்தில் மலப்புறம் கேட்டிருக்கீங்களா? നീലഗിരിയാ? നീലഗിരി അങ്ങ് കോയമ്പത്തൂർ அப்படியே. മക്കളൊക്കെ കണ്ടോ? എൻ്റെ കയ്യിലാണെങ്കിൽ മുട്ടായി പോലുമില്ല അവന് കൊടുക്കാം. ഇത് ഉങ്ക വീടാ? ஆனால் விவசாயமா வேலை? அப்படியா? சரி. സംഭവം കറണ്ട് വെളിച്ചം ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ലൊരു വീടാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ പോവാണ്. ഇദ്ദേഹം നമുക്ക് ഇത് കാണിച്ചു തരാം. ഇവിടെ വന്ന് ഞാൻ ചോദിച്ച് കണ്ട് അങ്ങനെ പരിചയപ്പെട്ടാണ്. ഒറ്റയ്ക്ക് ഇവിടെ വന്ന് പരിചയപ്പെട്ട ഒരാളാണ്. എന്തായാലും കൊള്ളാം. മുപ്പരുടെ ഗ്രാമമൊക്കെ ഒന്ന് കാണിച്ചു തരുവാണ്. എന്താ പറയുക,
കളർഫുൾ ആയിട്ടുള്ള വീടുകളാണ്. ഞാൻ നമ്മൾ പറയുന്ന സാധാരണ കാണുന്നത് പോലെ തന്നെ ഒരു ഹോള്, അതിലൊരു റൂം, പിന്നെ അതിൻ്റെ സൗകര്യം ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ഭാഗമൊക്കെ, പിന്നെ ഇത് വേറെ ടീം അവർ സ്വന്തമായി കെട്ടത്. ഇതൊക്കെ ഗവൺമെൻറ്റാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. നായ സീനാണ്, നായിലോടത്തൊന്നും ഞാനല്ല. കണ്ടോ ഈ വീടൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ് കെട്ടി കൊടുത്താണ്. അതുപോലെ തന്നെ നമ്മുടെ അവിടെയും തന്നെ ഗവൺമെൻറ് കെട്ടിയിട്ട് പിന്നെ ഒരു ബോർഡൊക്കെ വെക്കുമല്ലോ അവിടെ, അതുപോലെ ഇവിടെയും വെച്ചിട്ടുണ്ട്. എவ்வளோண்ணே காசு தருவீங்க வீடு வைக்கிறதுக்கு? 50,000 கிடைக்குமா? 1 லட்சம்? 1 லட்சம் அந்த இப்படி சோப்பு வீடு போடுறதுக்கு 1 லட்சம் தருவாங்க. அது இப்படி கட்டுறதுக்கா? இந்த மாதிரி கட்டுறதுக்கு? இது கட்டுறதுக்கு சும்மா ஒரு இடத்துக்கு மட்டும் ரூபா கொடுப்பாங்க. ஓ, இங்கே இடம் எத்தனை இருக்கும் ஒரு ஆளுக்கு? ஆளுக்கு ஒரு 2.5 സെൻറ്റ് വരും. 2.5 സെൻറ്റാ? 2.5 സെൻറ്റ് സ്ഥലമാണ് ഇവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ വീട് ഇവർ തന്നെ നിർമ്മിക്കണം. പിന്നെ രണ്ടാമതല്ലെങ്കിൽ അപേക്ഷ കൊടുക്കണം. അങ്ങനെയൊക്കെയാണെന്നാണ് തോന്നുന്നത്. ഏട്ടന് എല്ലാം സംസാരിക്കണുള്ളേ, നമുക്ക് എല്ലാം സംസാരിക്കുമ്പോൾ കേൾക്കണ്ടേ. വീടുകൾ പറഞ്ഞ മാതിരി 10-30 വീടുകളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇതിൽ. പിന്നെ കറണ്ട്, വെള്ളം, വെളിച്ചം അത് എന്തായാലും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ വീടുകൾക്കൊക്കെ എന്താ പറയുക, ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ രസമാണ് കേട്ടോ. ഇത് എന്നമ്മ இந்த நம்பர், வீட்டோட நம்பர் அது? இதுக்கா? தண்ணிக்கா? தண்ணி அதுக்காக நம்பர் அது? இந்த வீட்டில் கனெக்ஷன் இருக்கும் அப்படின்னு போட்டிருக்கோம். ஓ, கவர்மெண்ட் போட்ட குழாய். கவர்மெண்ட் போட்டது அது? வீட்டுக்கு ஒரு குழாய் போட்டிருக்காங்க. எல்லா வீட்டுக்கும் பைப் கனெக்ஷன் இருக்கும். குடிக்கிற தண்ணி அது? குடிக்கிற இதுக்கு காசெல்லாம் கொடுக்க வேணாம். கரண்ட் பில் எப்படி வரும் உங்களுக்கு? கரண்ட் பில்லு அவங்க கட்டளை கிட்ட இருக்கு, இபி ஆஃபீஸ், அங்கே போய் கட்டிக்கணும். ஒரு வருதுங்க. ஒரு வாட்டி எவ்வளோ வருது? அது 100 யூனிட்டுக்கு மேலே வந்தால் தான் கட்டுவோம். இல்லைன்னா கவர்மெண்ட்டு அப்படியே ஃப்ரீ தான்? 100 யூனிட் வரை ஃப்ரீ? ஓ, அப்படியா? அதுக்கு மேலே யூஸ் பண்ணாதே கட்ட வேண்டியது, നാമ കെട്ട വേണ്ടിയത് ഇருக்கு. അത് കൊള്ളാലോ. 100 യൂണിറ്റ് വരെ ഇവർക്ക് ഫ്രീ ആണ്. ഇവിടെ ഒരു കിങ്ങിണി പൂച്ച ഉണ്ട് കേട്ടോ. കിങ്ങിണി പൂച്ച വളരെ ചെറുതാണ്. കടൽ മീൻ കിടക്കുമാ? കടൽ മീൻ അത്? ഇത് ഉങ്ക വീടാ? ഏറി പാക്കലാമാ? എൻ്റെ വീട്ടിലേക്കൊന്ന് കയറിയൊക്കെ നമുക്ക്. ഞാൻ തമിഴ്നാട്ടിലെ വീടിനകത്തേക്ക് ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. ഇത് ഇങ്ങനൊരു ഹാള്, അടുക്കള, അതുപോലെ തന്നെ ഇവരുടെ അടുപ്പ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ തന്നെയാണ്. ഇതൊരു ബെഡ്റൂം, അതിനകത്ത് ഇവരുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു റൂം. എന്താ പറയുക, അടുക്കളയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുള്ളത്. പിന്നെ അത് ടോയ്ലറ്റാണെന്ന് തോന്നുന്നു, അതൊരു ഉറപ്പില്ല. ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട. എല്ലാം കൂടെ സെറ്റാട്ടോ, സെറ്റായി കാണാം. ചെറിയൊരു വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേങ്കിൽ എല്ലാ സൗകര്യമുണ്ട്, എല്ലാ വസതി ഇരിക്കേ. നമുക്ക് ഒരു നല്ല ഇருக்கு. അപ്പോൾ ഓർക്കും തന്നെ സന്തോഷമായി എല്ലാ ഇതും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ. എൻ്റെ വീട്ടിൽ ആളില്ലേ? ഇരിക്കാങ്ങളാ വേലക്ക് പോയിട്ടേ? ഞായറാഴ്ച വരുള്ളൂ, പണിക്ക് പോയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കയറിയിട്ട് അങ്ങനെ ഞാൻ വണ്ടി അത് ഞാൻ ഇതിൽ അപ്ഡേറ്റ് കയറി പോറേ. ശരി. 181 മധുരൈ 51 കിലോമീറ്ററാണുള്ളത്. ഞാൻ അങ്ങനെ NH 744ലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാ കയറുകയാണ്. ഇവിടെ വർക്ക് നടക്കുന്നതേ ഉള്ളല്ലേ. അപ്പോൾ നമ്മൾ ശിവകാശിയുടെ ഒരു 10-30 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ കിടത്തം ഇവിടെയാണ്. കൊള്ളാല്ലേ സ്ഥലം. ഈ ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഒരു വമ്പൻ ഏരിയയാണ്. ഈ ഏരിയൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ഹോട്ടലാണ്, ഒരു വലിയൊരു ഹോട്ടലാണ്. അപ്പം ഞാനൊരു ചായ കുടിച്ചാൻ വേണ്ടി കയറി. ഒരു ചായക്ക് 20 റുപ്യ. കുഴപ്പമില്ല, നല്ല ചായ, അടിപൊളി ചായ. ചായൻ്റെ അടിയിലേക്ക് എത്തിയപ്പോൾ, അതായത് നടു കഴിഞ്ഞപ്പോഴാണ് ചായൻ്റെ ടേസ്റ്റ് മര്യാദയ്ക്ക് കിട്ടിയത്. ഇതൊക്കെ ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ ഏതാണ്ട് എത്രത്തോളം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്.
അപ്പോൾ എന്നോട് ഞാൻ അവിടുത്തെ മാനേജറാണെന്ന് തോന്നുന്നു, ഇപ്പം അതിൻ്റെ ഓണറാണോ അറിയില്ല, അയാളോട് ഞാൻ ചോദിച്ചു ഒരു ചായയും വാങ്ങിയാണ്ട് ഇല്ല ഇവിടെ നിൽക്കാൻ പറ്റുമോ, ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് നിങ്ങളെ നാട് കാണാൻ വേണ്ടി വന്നതാണ്, ഇന്ത്യയിലൊക്കെ വകുപ്പുണ്ട് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇവിടെ നിൽക്കാനുള്ള സ്ഥലമൊന്നുമില്ല, ഇത്രയും സ്ഥലമുണ്ടായിട്ടേ. പക്ഷേ എങ്കിൽ മൂപ്പര് പറഞ്ഞത് റൂമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയിൽ തന്നെ കിടക്കും പറഞ്ഞു. ഏതാ വണ്ടി? ഓട്ടർഷ അത് കേട്ടപ്പോൾ മൂപ്പർക്ക് മതിപ്പൊക്കെ പോയി. ഓട്ടർഷയിൽ എങ്ങനെ കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് അതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ വണ്ടി അവിടെയായിരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ടാർപ്പായി മൂടിയിട്ട് കുറച്ച് കസാരയൊക്കെ ഉണ്ടാകും, അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കിടന്നു പറയും. പിന്നെ നമ്മളിന്ന് കുക്ക് ചെയ്തിട്ടില്ലല്ലോ, നമുക്ക് ഭക്ഷണവും വേണ്ടേ. അപ്പം അങ്ങനെ എന്നാൽ പിന്നെ ഇന്നത്തെ എൻ്റെ കിടത്തവിടെയാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പും ചെയ്യുകയാണ്. എനിക്ക് എഡിറ്റിങ് പരിപാടികളൊക്കെ നോക്കട്ടെ. നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല സുഖമായിരിക്കും ഒന്ന് കിടന്നുറങ്ങാൻ. മഴ പെയ്യാനും സാധ്യത ഇല്ല ഞാൻ പറയുന്നില്ല. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത അല്ലെങ്കിൽ നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.